എവരി വൺ, വെൽക്കം ബാക്ക് ടു കുക്ക് ബുക്ക് ആൻഡ് മൈ ജേർണീസ്. മൂന്നാറിലെ ഷംറോക്ക് ഹോളിഡേ ഹൗസ്, അവിടെയാണ് 2 ദിവസത്തെ ട്രിപ്പിനായി ഞങ്ങൾ വന്നത്. മൂന്നാറിൽ പല സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പം എല്ലാം ഒന്ന് കാണാൻ അടിച്ചു പൊളിക്കാം എന്നൊക്കെ കരുതി to belong, trying to make it seem like we're somebody else. Set the perfect frame of hide behind the makeup, like it's worth the cost of losing yourself. Sit there all alone, wishing we were known, trying to find a home in the palm of our hand. Think it's time to wake up from the world we made up. No better time than now to begin. A picture's only worth a couple thousand words, and that's the only thing it'll ever
ഇല്ലേ നമ്മൾ ഓഫീസിൽ വന്നു, എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് ഓഫീസ് ഒക്കെ ഒന്ന് കാണാം എന്നും പറഞ്ഞ് വന്നപ്പോൾ അവിടെ ആ സെറ്റിങ്സൊക്കെ കണ്ടപ്പം നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന് തോന്നി. രാവിലെ തന്നെ നാസ്ത കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ റൂമിലേക്ക് താഴെ പോവുകയായിരുന്നു. അപ്പം വരിയും നമുക്ക് റൂമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് മക്കളെയും വിളിച്ചു. അങ്ങനെ റൂം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി. ആദ്യം മേളിലുള്ള 2 റൂമാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ താഴെ 2 റൂം എടുത്തു. അങ്ങനെ നല്ല സൗകര്യമുണ്ട്, നല്ല അടിപൊളി റൂമായിട്ട് തന്നെ. മേളിലുള്ള ഒരു റൂം വലുതും ഒരു റൂം കുറച്ച് ചെറുതുമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ തുറന്ന് നോക്കുമ്പം തന്നെ ജനലൊക്കെ തുറന്ന് കർട്ടനൊക്കെ മാറ്റി നോക്കുമ്പം നല്ല മഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് പകലായിട്ടും അത്ര മഞ്ഞിൻ്റെ ആ ഭയങ്കര സീനറികളൊന്നും കാണുവാൻ സാധിച്ചില്ല. പിന്നെ താഴെ നമ്മൾ കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് തന്നെ മേൽഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് ഇരിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വെളിയിലും അതേപോലെ തന്നെ നമുക്ക് ആ സ്റ്റെപ്പുകളിലിരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുന്ന കണക്കുള്ള നല്ല ഒരു അന്തരീക്ഷമാണ് ഈ സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ചെറിയ മോക്കും സാറയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ എല്ലാ സ്ഥലത്തും പോയതിനേയും കാട്ടി നല്ല വ്യൂ ഇവിടെ കിട്ടി. എപ്പോഴും പറയും വ്യൂ വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റൂം എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു വ്യൂ കിട്ടി. ആളുകൾ അധികം ഉണ്ടെങ്കിലും പക്ഷേ എല്ലാവരും ഓരോരോ ഇത് കഴിഞ്ഞ് അവരവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനാൽ ആരുടെയും തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലത്തും പോയി ഇരിക്കാനും ചുറ്റാനും കാണാനുമൊക്കെ നമുക്ക് സാധിച്ചു. പിന്നെ ന്യൂ ഇയർ ഇവിടെ തന്നെ നമ്മൾ അടിച്ചു പൊളിച്ചു. പക്ഷേ ന്യൂ ഇയർ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിച്ചപ്പോൾ മഴ അങ്ങ് നിന്നു. മഴ നിന്ന് അപ്പം നമ്മൾ വിചാരിച്ചു ന്യൂ ഇയർ കുളമായിരിക്കും എന്ന് വെച്ചാൽ. അപ്പോൾ ലൈറ്റൊക്കെ അലങ്കരിച്ച് നല്ല ഡെക്കറേഷനൊക്കെ ആയിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ന്യൂ ഇയറും നല്ല അടിപൊളിയായിട്ട് നമ്മൾ സന്തോഷമായിട്ട് കാണാൻ സാധിച്ചു. പിന്നെ താഴെ വന്നിട്ട് ഹോട്ടലാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്താൽ ഉടനെ നമുക്ക് കൊണ്ട് തരുന്നതായിരിക്കും അവർ. പിന്നെ താഴെ എടുത്ത മുറി 2 മുറി നമ്മൾ താഴെ പിറ്റേന്ന് എടുത്തിരുന്നു. അപ്പം അതിൽ താഴെയുള്ള മുറിയാണ് ഇത് കാണുന്നത്. നല്ല വലിയ റൂമാണ്. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തും ഉണ്ട്. നല്ല കൊള്ളാം, ഇഷ്ടപ്പെട്ടു നമുക്കെല്ലാവർക്കും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.
തേയിലത്തോട്ടത്തിൽ ചുറ്റി നടന്നു. പിന്നെ തേയിലത്തോട്ടത്തിൽ കയറി കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ റോഡിങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന 1-2 കാറുകൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പം നല്ല ഒരു റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ റോട്ടിൽ നിന്നും ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഈ ഡാമിൽ വന്നു. ഈ ഡാമിൽ വന്ന് അവിടെ ബോട്ടിങ്ങാണ് മെയിനായിട്ടുള്ളത്. അപ്പം നല്ല തിക്കും തിരക്കുമാണ്. പിന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് സാറയും മോളും കൂടി കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അതുവരെ നമ്മൾ ഈ ചായ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ കുറേ ഈ നാച്ചുറൽ തിങ്സൊക്കെ ഉണ്ട്, തേന്, പിന്നെ വേറെ ഓരോന്നും, പിന്നെ അവരുണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ തടിയുടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക, വേണ്ടെങ്കിൽ വാങ്ങിക്കണ്ട. ഫോട്ടോ നമ്മൾ എടുത്തു, ഫാമിലി ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് പിന്നെ ഈ ജാക്കറ്റൊക്കെ ഇട്ടു. അങ്ങനെ ജാക്കറ്റ് ഇട്ടിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ട് ജെട്ടിയിൽ നിന്നും ബോട്ട് യാത്രയായി. കുറേ പേരുണ്ട്, പക്ഷെ നമ്മൾ തനിച്ചുള്ള ഒരു ബോട്ടാണ് പിടിച്ചത്, 5 പേരിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാത്രം. അപ്പം ആരുടെയും ശല്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ബോട്ട് എടുത്തത്. അപ്പം നമ്മൾ 5 പേര് ഒരുമിച്ച് ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് നല്ല യാത്രയായിരുന്നു. പക്ഷെ നല്ല തണുത്ത കാറ്റാണ്. കാറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല. ആ ഡ്രൈവർ വിടുന്ന വണ്ടിയുടെ സ്പീഡും നല്ല വണ്ടി മറിഞ്ഞു പോകുന്ന കണക്കും തിരിഞ്ഞു പോകുന്ന കണക്കും വണ്ടിയുടെ ആ ഒരു സൗണ്ടും എല്ലാം കൂടെ കൊണ്ടിട്ട് ആ ചെറിയൊരു പേടിയുണ്ടാവും. എന്നാലും പക്ഷേ പിടിച്ചിരിക്കുന്ന കാരണം ആ പേടിയൊക്കെ പോയി. കാര്യം ജാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് വീണാലും ആ ജാക്കറ്റിൻ്റെ ഇതിൽ നമ്മൾ പൊന്തി കിടക്കുമല്ലോ എന്നുള്ള ആ ഒരു ധൈര്യം. പിന്നെ അപ്പോൾ അയാൾ പറഞ്ഞ് പേടിക്കണ്ട, അങ്ങനെയൊന്നും വീഴത്തില്ല, ഇത് ചുമ്മാ ഒരു നിങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിങ്ങനെ ഇങ്ങനെ കറക്കി തിരിഞ്ഞ് ചരിഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ നമ്മളെന്തായാലും ധൈര്യം കൈ പിടിച്ച് ഇരുന്നു, പേടിച്ചില്ല. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, പിന്നെ ആ പേടിയൊക്കെ മാറി. അങ്ങനെ സന്തോഷമായിട്ട് അതിൽ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം തിരിച്ചു വന്ന് പിന്നെ വരുന്ന വഴിക്ക് അവിടെ ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ നിന്ന് നമ്മളൊരു ചായയും കുടിച്ചു. അടുത്തത് പിന്നെ വേറെ ഒരു ആന ഇറങ്കൽ ഡാമെന്നാണ് അതിൻ്റെ പേര്. അവിടെ എപ്പോഴും 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആന വരുമെന്ന് പറയുന്നത് കേൾക്കാം. അപ്പം നമ്മളവിടെ ചെന്നപ്പം സമയം താമസിച്ചു പോയി, 6 മണിയാവാറായി. അപ്പോൾ വാച്ച്മാൻ പറഞ്ഞു, അയ്യോ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, നിങ്ങൾ പോവണ്ടെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു, അത്രയും ദൂരേന്ന് വന്നതല്ലേ, എന്തായാലും ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ പൊയ്ക്കോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1/4 മണിക്കൂർ എന്തായാലും ആളുകൾ വരുന്നുണ്ട്, വന്ന് കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാണുന്ന കാരണം നമ്മളും അവിടെ കുറേ നേരം അവരുടെ കൂടെ തന്നെ നമ്മൾ നിന്നു. പിന്നെ എല്ലാവരും പോകാൻ തുടങ്ങി. പിന്നെ വാച്ച്മാൻ വന്നു, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടുന്ന് ഡാമിൽ നിന്ന് തിരിച്ചു പോകുമായിരുന്നു. അപ്പം നമ്മളും ശരി, ഇനി നിന്നിട്ട് കാര്യമില്ല, പക്ഷെ നല്ല കാറ്റും കാണാനൊക്കെ നല്ല ഡാമാണ്, അപ്പോൾ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ചു അവിടുന്ന് യാത്രയായി. അങ്ങനെ ഡാമും കഴിഞ്ഞ് വരുന്ന വഴിക്കൊരു വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ചായയും കുടിച്ചു. കഴിക്കാനുള്ളതെല്ലാം ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു ഊട്ടിയിലേക്ക് യാത്രയായി. അങ്ങനെ സന്തോഷകരമായ നല്ല ഒരു ട്രിപ്പായിരുന്നു ഈ പ്രാവശ്യത്തെ മൂന്നാറിലെ ട്രിപ്പ്. കാര്യം അത് ഇറങ്ങി നിൽക്കാനും ആ സീനറികളും എല്ലാം കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കൊള്ളാം. എല്ലാവർക്കും ഇനിയും ഒന്നും കൂടി പോയി നിൽക്കാം സമയം വരുമ്പോൾ. പക്ഷേ സമയം ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കത്തില്ലല്ലോ. അപ്പം സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കണം. അപ്പോൾ ഫാമിലി ആയിട്ട് നമുക്ക് പോകുന്നതിനും ഒന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടൊന്ന് സന്തോഷിക്കുന്നതിനും എല്ലാത്തിനും സാധിക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ ആ ജീവിതം നമ്മൾ ആസ്വദിക്കാൻ നോക്കണം. അതാണ് നല്ലത്. അങ്ങനെ നമ്മളും അങ്ങനെ പോയി സന്തോഷമായി കഴിഞ്ഞുകൂടി തിരിച്ച് വരാനും നമുക്ക് സാധിച്ചു. അപ്പം അതുകൊണ്ട് നല്ലൊരു ദിവസങ്ങൾ കണ്ടെത്തുക. പിന്നെ നമ്മൾ പൈസയുടെ പിറക്കെ പോയാൽ പൈസ തന്നെ ഉണ്ടാവും, സന്തോഷം കുറവായിരിക്കും. അപ്പം കുറച്ചൊക്കെ പൈസയും വേണം, ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷവും വേണം, എന്നെങ്കിലേ ജീവിതം സുഖവും സുന്ദരവുമായി തീരത്തോളും. ഇതോടെ മൂന്നാറിലെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു.